ഹലോ, ജോജിമാസ് കിച്ചൻ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 2 മാസം മുന്നേ ഫോറം മോളിൽ പോയ സമയത്താണ് നമ്മൾ ഫുഡ് കോർട്ടിൽ ഒരു പുതിയ ഐറ്റം കാണുന്നത്. ചുറോസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര് അവിടെ അവർ പറയുന്നത് കേട്ടെ. അപ്പോൾ നമ്മളിത് എന്താണ് സാധനം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളത് വാങ്ങിയിട്ട് കഴിച്ചു നോക്കി. ജോജിമാക്ക് പിന്നെ എന്ത് സാധനങ്ങൾ ഇതേപോലെ പുറത്ത് പോയിട്ട് പുതിയതായിട്ട് കഴിച്ചാലും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്കൊന്ന് വന്നിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നുള്ളതാണ് പിന്നത്തെ കാര്യം. അങ്ങനെ നമ്മളും ചുറോസ് വീട്ടിലുണ്ടാക്കി നോക്കി. ചുറോസ് തന്നെയാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 2 കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ 2 കപ്പ് മൈദ, 2 ക്യൂബ് ബട്ടർ, 1 കപ്പ് ഷുഗർ, അങ്ങനെയാണ്. അപ്പോൾ ആദ്യം വെള്ളത്തിലേക്ക് ഷുഗറും ബട്ടറും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മെൽട്ടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ 2 കപ്പ് മൈദ. ഈ മൈദയും ഈ വെള്ളമായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ മൈദ പയ്യെ അതിൽ നിന്ന് പാനിൽ നിന്ന് വിട്ട് പോരാൻ തുടങ്ങും. ഇതേപോലെ അങ്ങനെ വിട്ട് പോരുന്നതാണ് നമുക്ക് ആ ഒരു പരുവത്തിലാണ് നമുക്ക് ആക്കി കിട്ടേണ്ടത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് എസൻസ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തേക്കും ആ മുട്ട മിക്സ് ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് കുറച്ചൊന്ന് മിക്സിങ് ആണ് ഇത്തിരി പണി. ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒന്ന് നല്ലപോലെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പാൻ ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതേ ചൂട് എന്നാൽ കുറച്ച് ചൂട് വേണേം താനും. ഇത് കുഴച്ച് ഇത്തിരി ചൂടോട് കൂടി തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പോലെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള കിട്ടുള്ളൂ. ഇതേപോലെയുള്ള ഒരു ബാഗാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ് ഈ ബാഗ്. കേക്കൊക്കെ ഉണ്ടാക്കുന്നവരുടെ കയ്യിൽ ഇത് ഉണ്ടാവുന്നതാണ്, ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഷേപ്പിൽ തന്നെ കിട്ടും. അതിനിതെല്ലാം തന്നെ ആ ബാഗിലാക്കിയിട്ട് അതുപോലെ ആക്കിയെടുത്ത് നമ്മളിതിനെ ഓയിലിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ഡീപ്പ് ഫ്രൈ ആയിട്ട് പോകണ്ട, എന്നാൽ ഷാലോ ഫ്രൈ അല്ല. ആ ഒരു പരുവത്തിലാണ് നമ്മളിതിനെ ഒരു ഗോൾഡൻ ബ്രൗണിൽ തന്നെ കോരിയെടുക്കണം. ഒരുപാട് ഫ്രൈ ആയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മുരിഞ്ഞ് കടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മാതിരിയാവും. അതല്ലാതെ ഇത്തിരി, അതായത് ഒരു ഷാലോ ഫ്രൈനേക്കാളും ഇത്രയും കൂടെ മുകളിൽ ആ ഒരു പരുവത്തിലാണ് നമ്മളിതിനെ കോരിയെടുക്കേണ്ടത്. കണ്ടോ, ഇത് വിട്ട് കഴിയുമ്പോൾ നമ്മളിതിനെ അങ്ങ് കോരിയെടുക്കാം. അപ്പോൾ ഒന്ന് തണുക്കുമ്പോൾ കറക്റ്റ് ആ കളറിലും നമുക്ക് ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ക്രിസ്പിനെസ്സിലും ഒക്കെ നമുക്ക് കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്, ഇതിൻ്റെ മുകളിൽ അവർ ഷുഗർ ഇങ്ങനെ പൊടി കോട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരിക. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്ക് അധികം ഷുഗർ ഇഷ്ടമല്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടത് ഈ പരുവത്തിലാണ്. ഈ പരുവത്തിൽ കഴിക്കാൻ എന്നെ സംബന്ധിച്ച് അത് നല്ല ഒരു പരുവമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ വീട്ടിലെ ബാക്കി എല്ലാവരും ഷുഗർ ലവേഴ്സ് ആയവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടാണ്. ഈ പൗഡർ ഉണ്ടാക്കിയത് നമ്മുടെ പട്ട, പഞ്ചസാര ഇത് രണ്ടും കൂടിയിട്ട് പൊടിച്ചിട്ട് ഇതേപോലെ ഇത് മിക്സ് ചെയ്യുക. അതിൽ അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ഒരു ഷുഗർ, എന്നാൽ ഭയങ്കര ഷുഗർ എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഷുഗർ ഇഷ്ടപ്പെടുന്ന, മധുരം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ.
എന്നിട്ട് ഇത് നമ്മൾ പുറത്തൊക്കെ കഴിക്കുന്നത് നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ ഇസ കാണിച്ച പോലെ നമ്മുടെ ചോക്ലേറ്റ് സോസിൽ മുക്കിയിട്ടാണ്, ചോക്ലേറ്റ് സിറപ്പിൽ മുക്കിയിട്ടാണ് ഇത് കഴിക്കുന്നത്. നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ വീട്ടിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അത് ഇതുപോലെ ഒഴിച്ചിട്ട് കഴിക്കുക. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിന് ഇതായിരിക്കും ഇഷ്ടപ്പെടുക. അങ്ങനെ പല രീതിയിൽ ഇത് കഴിക്കാൻ പറ്റും. ഇതിൽ മുക്കിയിട്ടും കഴിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ചുറൂസിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണു. നിങ്ങളെന്തായാലും കഴിക്കുക. ഇതേപോലെ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് അത് അറിയിക്കുക. നമ്മളെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്